എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്കൊരവസരം കൂടി നൽകുമോ എന്നവർ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ആദ്യം ക എന്ന ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത്. അവർക്ക് ഒരവസരം കൂടി നൽകുമോ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നു. തെറ്റുകൾ അവരുടേതാണെന്ന് അവർ അംഗീകരിക്കുന്നു. അപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിലൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ തെറ്റുകളുടെ ഭാരം അവർ സ്വയം ഏറ്റെടുക്കുന്നതുമാകാം. കാരണം നിങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ആ വ്യക്തി ഏറ്റെടുക്കുകയാണ്. നിങ്ങളെ അത്രത്തോളം ഇഷ്ടമാണ്. കാരണം ആ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കാര്യങ്ങൾ ഇത്തരത്തിൽ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധവും മാനസികമായ വിഷമവുമുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനല്ല ആ വ്യക്തി നോക്കുന്നത്. നിങ്ങളെ ജീവന് തുല്യമായി സ്നേഹിക്കാനാണ്. നിങ്ങളെ ചേർത്ത് നിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളില്ലാത്ത അവസരങ്ങളിൽ, നിങ്ങൾ ഇല്ലാതായപ്പോൾ, നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന അവസ്ഥ വന്നപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വില കൃത്യമായി മനസ്സിലാക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ എത്തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരുന്നത് എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു. ആ വ്യക്തിക്കറിയാം നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ, നിങ്ങൾ സ്നേഹിച്ചതുപോലെ, നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആരും ആ വ്യക്തിയെ സ്നേഹിക്കുകയില്ല എന്നുള്ളത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഭയപ്പെടുകയാണ് ആ വ്യക്തി. നിങ്ങളിൽ നിന്നൊരവസരം കൂടി നേടാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പരിപൂർണമായി നിങ്ങൾക്ക് വിധേയമായി ജീവിക്കാനും നിങ്ങളുടെ ഇഷ്ടാനുസരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുമാണ്. ആ വ്യക്തിക്ക് ചില വ്യക്തികളുടെ ചതി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുതന്നെയാണ് നിങ്ങളിൽ നിന്നും അകന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാതെ ചെയ്യുവാനുണ്ടായ കാരണം. അല്ലാതെ ആത്യന്തികമായി ആ മനസ്സിൽ നിങ്ങളോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ സ്വീകരിക്കും, ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. പിണക്കം മാറി ജീവിതത്തിലേക്ക് നിങ്ങൾ ആ വ്യക്തിയെ ആനയിക്കുമെന്ന് തന്നെയാണ് ആ വ്യക്തി കരുതുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ അത്രത്തോളം വിഷമം ആ വ്യക്തിക്കുണ്ട്. മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, അത് തൻ്റെ തെറ്റാണെന്ന് വിചാരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇരട്ടി ദുഃഖം ഉണ്ടാകുകയാണ്. അടുത്തതായിട്ട് 2ാമത്തെ ഫയലായ ണ എന്ന അക്ഷരം ഫയലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാവാൻ കാരണങ്ങൾ പലതാണ്. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സൂക്ഷ്മത കുറവാണ്. മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ പറ്റിയുള്ള രഹസ്യങ്ങൾ പറയുകയും മറയില്ലാതെ ജീവിതത്തെ ശ്രദ്ധിക്കാതെ സൂക്ഷ്മത പാലിക്കാതെ കൊണ്ടുപോയപ്പോഴാണ് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. ആർക്കും ആരെയും വഞ്ചിക്കണമെന്നില്ല, ആർക്കും ആരെയും പറ്റിക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമില്ല. അവർക്ക് അപ്പോഴത്തെ കാര്യം നടക്കണം, അവരുടെ സ്വാർത്ഥത നടക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കും നിങ്ങൾ അകന്നാൽ അതൊരു വലിയ ദുഃഖമായിട്ട് മാറും. അവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ അല്ലാതെ മറ്റാരെയും ലഭിക്കുകയില്ല. നിങ്ങളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടവർക്ക് വലിയ ദുഃഖം മനസ്സിലിപ്പോഴും തോന്നുകയാണ്. എന്നായിരിക്കും ആ ഒരുമിച്ച് ചേരലുണ്ടാകുന്നത് എന്നവർ കാത്തിരിക്കുകയാണ്. ഈ ലോകത്തെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് കൂടി വേണ്ട ആണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംഗമം, നിങ്ങളുടെ പുനർസംഗമം അവരാഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് ശരിയാണെന്നുള്ള ബോധ്യം വരും. നിങ്ങൾ ഒരുമിച്ചുള്ള ചിരികളും സന്തോഷങ്ങളും ഇനിയും തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റും ശരിയും 2 ഭാഗത്തും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് എത്തിച്ചേരേണ്ടതാണ്. കാരണം ആ വ്യക്തി
വല്ലാതെ ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ നിമിഷവും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത്. തനിക്ക് മറ്റാരുമില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കുന്നതും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നോ കോണ്ടാക്ട്സ് സിറ്റുവേഷൻ വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങളെ മനസ്സറിഞ്ഞ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ വേദനിക്കുകയാണ്. ഒരിക്കൽ ആ വ്യക്തി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചിരിക്കാം, ദ്രോഹിച്ചിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ മനോമണ്ഡലങ്ങളിൽ വേദന ഉണ്ടാകുകയാണ്. പഴയ കാര്യങ്ങൾ ആ വ്യക്തി ഓർമ്മിക്കുകയാണ്. പഴയ സന്തോഷവും പഴയ ജീവിതവും പഴയ നിലപാടുകളും പഴയ ഓരോ നിമിഷങ്ങളും ആ വ്യക്തി മനസ്സിൽ ഓർത്തെടുക്കുമ്പോൾ നിങ്ങൾ അടുത്തില്ല എന്നുള്ള സങ്കടം ആ വ്യക്തിയിൽ ഉടനീളം ഉണ്ടാകുകയാണ്. ആ വ്യക്തി മൗനത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.